ഹർ ഘർ തിരങ്ക സമുദ്രത്തിനടിയിലും ത്രിവർണ പതാക ഉയർത്താൻ ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇത്തവണയും 78ാം സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി ഹർ ഘർ തിരങ്ക ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. അതിനിടെ സ്വാതന്ത്ര്യദിനം അവിസ്മരണീയമാക്കാൻ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും. ഈ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. 78ാം സ്വാതന്ത്ര്യദിനത്തിന്റെ തലേന്ന്, അതായത് കഴിഞ്ഞ ദിവസം ഇന്ത്യൻ തീരദേശ സേന ഹർ ഘർ തിരങ്കയുടെ ഭാഗമായി ലക്ഷദ്വീപിലെ വെള്ളത്തിന് കീഴിൽ ദേശീയ പതാക ഉയർത്തി. തിരങ്ക അഭിയാൻ എന്ന കുറിപ്പിനൊപ്പമാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ത്രിവർണ പതാക ഉയർത്തുന്നതിന്റെ ആവേശകരമായ ദൃശ്യം പങ്കുവച്ചിരിക്കുന്നത്. ഹർ ഘർ തിരങ്ക ക്യാമ്പയിനിൽ പങ്കെടുക്കാൻ ജനങ്ങളോട് അഭ്യർത്ഥിച്ചിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. നമ്മുടെ ദേശീയ പതാക ത്യാഗത്തിന്റെയും വിശ്വസ്തതയുടെയും സമാധാനത്തിന്റെയും പ്രതീകമാണ്. സ്വാതന്ത്ര്യ സമര നായകന്മാരെ സ്മരിക്കാനുള്ള മാധ്യമമാണ് ഹർ ഘർ തിരങ്ക അഭിയാൻ. ഓരോ ഇന്ത്യക്കാരനിലും അടിസ്ഥാനപരമായ ഐക്യം ഉണർത്തുന്നതാണ് ഈ പ്രചാരണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനമനുസരിച്ച് കഴിഞ്ഞ 2 വർഷമായി ഈ ക്യാമ്പയിൻ ഒരു ജനകീയ പ്രചാരണമായി മാറിയിരിക്കുകയാണ്. ഓഗസ്റ്റ് 9 മുതൽ ഓഗസ്റ്റ് 15 വരെയാണ് ഓരോ വീട്ടിലും ത്രിവർണ പതാക ഉയർത്താനും സെൽഫി അപ്ലോഡ് ചെയ്യാനുമുള്ള അവസരമുണ്ടായിരുന്നത്. ജൂലൈ 28 നടന്ന 112ാമത് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ ഹർ ഘർ തിരങ്ക ക്യാമ്പയിനിൽ പങ്കെടുക്കാൻ എല്ലാ ഇന്ത്യക്കാരോടും ആഹ്വാനം ചെയ്തു. ദേശീയ പതാകയ്ക്കൊപ്പം സെൽഫി എടുക്കുകയും അവ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയും ചെയ്യുന്ന പ്രവണത വർദ്ധിച്ചു വരുന്നതായി അദ്ദേഹം പറഞ്ഞു. ഓഗസ്റ്റ് 13 മുതൽ ഓഗസ്റ്റ് 15 വരെ വീടുകളിലും ഓഫീസുകളിലും കടകളിലും ദേശീയ പതാക ഉയർത്തുന്നത് ഉറപ്പാക്കാൻ എല്ലാ പാർട്ടി നേതാക്കളോടും പ്രവർത്തകരോടും അഭ്യർത്ഥിച്ചിരുന്നു. ആസാദി കാ അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായുള്ള പ്രചാരണമാണ് ഹർ ഘർ തിരങ്ക. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ 75ാം വർഷം ആഘോഷിക്കുന്നതിനായി തിരങ്കയെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അത് ഉയർത്തുന്നതിനുമായാണ് ഇത് ആരംഭിച്ചത്. ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ദേശസ്നേഹം വളർത്തുകയും ഇന്ത്യൻ ദേശീയ പതാകയെക്കുറിച്ചുള്ള അവബോധം വളർത്തുകയും ചെയ്യുക എന്നതായിരുന്നു ഈ സംരംഭത്തിന് പിന്നിലെ ആശയം. ജനാധിപത്യ ധ്വംസനങ്ങളുടെയും കുടുംബവാഴ്ചയുടെയും ഇരുണ്ട കാലത്തിൽ നിന്ന് ഭാരതം മാറി തുടങ്ങി. അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ ലോകത്തിന് മാതൃകയാണ് നമ്മുടെ ഭാരതം. അന്താരാഷ്ട്ര പ്രതിസന്ധികളിലെല്ലാം ലോകം ആദരവോടെ ആവശ്യപ്പെടുന്ന സാന്നിധ്യം ഭാരതത്തിന്റേതാണ്. സംഘർഷം പുകയുന്ന പലസ്തീനിലും പോരാട്ടം നടക്കുന്ന ഉക്രൈനിലും ഭാരത പതാകയുമായി വാഹനങ്ങൾക്ക് സുരക്ഷിത യാത്രകൾ നടത്താൻ സാധിച്ചു. വിദ്യാർത്ഥികളും അഭയാർത്ഥികളും നിറഞ്ഞ ഇന്ത്യൻ വാഹനങ്ങൾ അതിർത്തികൾ കടന്നപ്പോൾ ഒരു രാഷ്ട്രങ്ങളും എതിർപ്പുയർത്തിയില്ല. 2022 റഷ്യൻ ഉക്രൈൻ യുദ്ധത്തിനിടയിൽ നടത്തിയ ഓപ്പറേഷൻ ഗംഗയിലൂടെ കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിലൂടെ ഭാരത പതാകയുമായി നമ്മുടെ വാഹനങ്ങൾ പൗരന്മാർക്ക് സുരക്ഷയൊരുക്കി. ചില സന്ദർഭങ്ങളിലാകട്ടെ ഭാരത പതാകയാണ് പാകിസ്ഥാനിലെയും തുർക്കിയിലെയും വിദ്യാർത്ഥികളെ രക്ഷിച്ചത്. റഷ്യൻ ഉക്രൈൻ അനുരഞ്ജന ശ്രമങ്ങളിൽ ലോകം ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ടത് ഭാരതത്തിന്റെ നയതന്ത്ര ഇടപെടലുകളാണ്. ആരുടെയും കൂടെ ചേരാതിരിക്കുന്നവരെ കൂട്ടിയോജിപ്പിച്ച് വിലപേശുന്ന വില കുറഞ്ഞ രാഷ്ട്രീയമല്ല ഇന്നത്തെ ഭാരതത്തിന്റെ വിദേശ നയം. മറിച്ച് ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന തത്വമാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.